മുക്കത്ത് സങ്കേതം എന്ന ഹോട്ടലിന്റെ ഉടമ ദേവദാസിന്റെ പീഡന ശ്രമത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലാണുള്ളത്. ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ആണ് ആ കുട്ടിയുള്ളത്. എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാര്യമായ പരുക്ക് ഏറ്റിട്ടുമുണ്ട്. ഇനിയും ഇടുപ്പലിനാണ് പരുക്ക് പറ്റിയിരിക്കുകയും ചെയ്യുന്നത്. മാസങ്ങളോളം ഈ കട്ടിലിൽ തന്നെ കിടന്നാലാവും പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളും ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ കുട്ടി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. അന്ന് എന്താണ് സംഭവിച്ചത് ഈ അപകടം പറ്റിയ ദിവസം? അന്ന് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലെ ഡോറ് അത് സാധാ പോലത്തെ ലോക്കല്ലായിരുന്നു. അത് എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന 2 പേരായിരുന്നു അത് അടച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു താഴെ താമസം, ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു. അപ്പോൾ കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ച് തട്ടി അടക്കേണ്ട ഒരു ഡോറായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ചിട്ട് കിടക്കാനാകുമ്പോൾ വന്ന് അടക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. എനിക്ക് പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അത് കാരണം ഞാൻ വൈകിയേ കിടക്കുള്ളായിരുന്നു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ 3 നേരമായിട്ട് ഇങ്ങനെ വന്നു. ഇയർഫോൺ വെച്ചുകൊണ്ടാണെന്ന് തോന്നിയത്, ഒരു സൗണ്ടും കേട്ടിട്ടില്ല. എൻ്റെ റൂമിൻ്റെ ജസ്റ്റ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു, തുറന്നടക്കുന്ന. അത് കേട്ടിട്ട് റൂമിൻ്റെ തൊട്ടിപ്പുറമാണ് ബാൽക്കണി വരുന്നത്, ആ പാസേജിൻ്റെ നേരെ ഫ്രണ്ടിൽ. അപ്പോൾ ബാൽക്കണിയിലേക്കല്ല ഡയറക്റ്റ് വന്നു. ഒരു മൂലയിലിരിക്കുകയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട്. അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇയാളെയാണ് ആദ്യം കാണുന്നത്. മറ്റ് 2 പേര് എന്നെ തടയുന്ന പോലെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആഷ് കളറുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത്. അതിട്ടിട്ട് നേരെ എൻ്റെ നേരെ വന്നു. അയാളുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാണ്ട് അയാൾ എൻ്റെ നേരെ വന്നിട്ട് അയാൾ ഡയറക്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ തന്നെ അയാൾ ആ വീഡിയോയിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചു, മാനം പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കി എന്നെ. ഞാൻ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ അയാളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ അയാൾ ആ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസായിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോഴാണ് റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് അയാളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അയാൾ എൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. അങ്ങനെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ വീഴുന്നത്. മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റോടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നെടുത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചേർഡായിട്ടുള്ള കാലായതാണെന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചതൊരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളുടെ വണ്ടി ഉണ്ടായി, അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയത്. അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, മോളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേന്ന്. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല, ഒന്നാമത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട്
അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി ഇവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടാവും, ഒന്ന് മേടിച്ച് തരണം, അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഫോൺ മേടിക്കാൻ ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു, അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല അവിടെ. അയാൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുക്കത്തുനിന്ന് പോലീസ് വരുന്നത്. പോലീസ് വന്നു കഴിഞ്ഞിട്ട് ആരും ഇല്ലാത്ത കാരണം നോക്കില്ല എന്നുള്ള ഇതിലായിരുന്നു. ആരെങ്കിലും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അറിയുന്ന എങ്കിലേ നമ്മൾ നോക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. പെട്ടെന്ന് വിളിക്കാൻ പറ്റും, ആരുമില്ല, കൂടെയുള്ള അറിയുന്നവരെല്ലാം പോയിരിക്കുക. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് വരാൻ പുലർച്ചെയാവും എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നിട്ട് പോലീസ് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. അവിടെ നിന്ന് നോക്കുമായിരിക്കും, ആ ഒരു ഇതിലും അങ്ങോട്ട് മാറ്റി. അവിടെ മാറ്റിയിട്ട് ഇത് തന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി ബാൻഡേജ് വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല. അമ്മാവനും അമ്മയും അച്ചച്ചനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഡിസ്ചാർജായിട്ട്.